സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ പിണറായി വിജയനെ കരിവാരി തേക്കാനായി ഒരു ക്യാമ്പയിൻ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹേറ്റ് ക്യാമ്പയിൻ. ചെത്തുകാരന്റെ മകൻ എന്ന തലക്കെട്ടോടെ പല സംഘപരിവാർ ഗ്രൂപ്പുകളിലും മറ്റു ഗ്രൂപ്പുകളിലും ഇത് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു പോസ്റ്റ് ചെത്തുകാരന്റെ മകനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി എന്ന തരത്തിലുള്ളതാണ് എപ്പോഴും ആളുകൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അച്ഛനും അമ്മയും ചെയ്ത ജോലി എന്താണോ അത് തന്നെ മക്കളും ചെയ്യണം എന്നുള്ളതാണോ ഈ സംഘികൾ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാകുന്നില്ല. ഇപ്പോൾ തോട്ടി എന്നൊരു വാക്കില്ല, എന്നാലും പറയാം, തോട്ടിയുടെ മകൻ എന്നും തോട്ടി തന്നെ ആകണം എന്നാണോ ഈ മുഖമില്ലാത്ത മനുഷ്യരുടെ അഭിപ്രായം? ഡോക്ടറിന്റെ മക്കൾ മാത്രം ഡോക്ടർ ആയാൽ മതിയോ? എഞ്ചിനീയേഴ്സിന്റെ മക്കൾ മാത്രം എഞ്ചിനീയേഴ്സ് ആയാൽ മതിയോ? ഇങ്ങനെയാണ് ലോകം മുഴുവൻ ചിന്തിക്കുന്നതെങ്കിൽ ഒരു ഉയർച്ചയും ഒരിടത്തും ഉണ്ടാകില്ലല്ലോ. അതെ, അയാൾ ചെത്തുകാരന്റെ മകൻ തന്നെയാണ്. അതിൽ എന്താണ് തെറ്റ്? ഇനി പിണറായി വിജയൻ എന്ന വ്യക്തി ഒരു തീവ്രവാദിയുടെ മകനാണെങ്കിൽ കൂടി പിണറായി വിജയൻ എന്ത് പിഴച്ചു? ചെത്തുകാരൻ എന്നാൽ കള്ളൻ എന്നൊന്നുമല്ലല്ലോ അർത്ഥം. പോരാത്തതിന് നരേന്ദ്രമോദിയുടെ വർഗീയത എതിർക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാര്. ആ കമ്മ്യൂണിസ്റ്റുകാരോട് പോലും ഒരു ചായക്കടക്കാരനായിരുന്ന വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന സംവിധാനത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കഠിനാധ്വാനത്തെ വെറുതെ ഒരാളും കാണുകയില്ല. അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ അല്ലെങ്കിൽ അല്പമെങ്കിലും മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനോ ഒരിക്കലും പറയുകയില്ല ചായക്കടക്കാരൻ എന്നും ചായക്കടക്കാരനായി തന്നെ ഇരിക്കണമെന്നത്. മുഖ്യമന്ത്രി എന്നത് ഒരു ഭാരിച്ച ചുമതലയുള്ള പണിയാണ്. അത് നിർവഹിക്കുന്ന സമയത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഉറപ്പായും രണ്ടാമത് പിണറായി സർക്കാർ വന്നത് തെല്ലൊന്നുമല്ല കോൺഗ്രസുകാരെയും സംഘികളെയും ബാധിച്ചിട്ടുള്ളത്. ആവുന്നത്ര അടച്ചാക്ഷേപിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് അവർ ഇരിക്കുന്നത്. നിങ്ങൾ വിമർശിക്കൂ അദ്ദേഹത്തെ. എന്തെങ്കിലും അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കോടതിയുണ്ട്. ഇവിടെ തെളിയിച്ചാൽ മുഖ്യമന്ത്രിയാണോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണോ എന്നുള്ളതൊന്നും കോടതി നോക്കത്തില്ല, ശിക്ഷിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം വികസനം കൊണ്ടുവരുന്നില്ല എങ്കിൽ അത് വിമർശിക്കൂ, പ്രതിഷേധിക്കൂ. അതിനും ജനങ്ങൾ നിങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കും. പക്ഷെ ഇതൊന്നും നടക്കാത്തിടത്തോളം മറ്റ് കാര്യങ്ങൾ പറയുന്നത് ശുദ്ധ പോക്കിത്തരമാണ്. ചെത്തുകാരന്റെ മകനാണ് നാട് ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതൊരു ആക്ഷേപമല്ല, അംഗീകാരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും.